ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ CBSE ക്ലാസ് 10-ലെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പം ആ ഒരു ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു മിസ് കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ പോയ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യമായിരുന്നു മിസ് റെസ്പിറേഷൻ്റെ ഭാഗം വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിന് എടുക്കാൻ പോകുന്നത് റെസ്പിറേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷമുള്ള ഈ ഒരു ന്യൂസ് കാണിച്ചുകൊണ്ടുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മളുടെ +1 ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മളുടെ അഗ്നി ബാച്ചിൽ കേട്ടോ, +1 നമ്മുടെ ബാച്ചിൽ ചേർന്ന് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടൊരു നല്ല റിസൾട്ട് ഉണ്ടാകുന്ന മക്കൾ ആരും തന്നെ ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നല്ല അടിപൊളി മക്കളാണ്. ആൻഡ് നിങ്ങളുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നമുക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നമ്മുടെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നല്ല റിസൾട്ട് ഫുൾ A1 ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ മാത്രമല്ല, അതിന് പുറമെ ഏറ്റവും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികൾ കൂടിയാണ്. അപ്പോൾ ഇതേപോലെ എൻ്റെ മക്കൾക്കും നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ച് ഉണ്ട്. താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിക്കോട്ടെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മുടെ ബാച്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാണ്. പക്ഷേ ആദ്യമേ പറഞ്ഞു നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ റെസ്പിറേഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും മിസ് അതൊരു ലൈഫ് പ്രോസസ്സാണ്, അതില്ലാതെ നമുക്ക് ഓക്സിജൻ കിട്ടില്ല അല്ലേ, ഓക്സിജൻ ഇല്ലാതെ നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. റെഡി അല്ലേ? യെസ്. അപ്പം നമ്മുടെ ഈ ഒരു ഓക്സിജൻ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എടുക്കും, പുറത്തേക്ക് നമ്മൾ എന്ത് കളയും? കാർബൺ ഡൈ ഓക്സൈഡ് കളയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രീത്തിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബ്രീത്തിങ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എയർ എന്ത് ചെയ്യണം? എയർ ഉള്ളിലേക്ക് എടുക്കണം. ഈ എയറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എന്തായിരിക്കും? നമുക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാകും. ആൻഡ് നമ്മൾ പുറത്തേക്കും എയർ കളയും. ആ എയറിൽ കൂടുതൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഈ എയറിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ എയർ ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത്? ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ഈ എയർ, അല്ലെങ്കിൽ ഈ ഓക്സിജൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, ഈ ഓക്സിജൻ എവിടെ എത്തും? നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലെത്തും. ലങ്സിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ലങ്സ് അത് ആർക്ക് കൊടുക്കും? നമ്മുടെ ബ്ലഡിന് കൊടുക്കും. അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. ലങ്സിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്കും, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്കും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് നടന്നു. ഓക്സിജൻ ഇങ്ങോട്ട് കയറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പോകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ കളയുന്നത്. ഇനി രണ്ടാമതായിട്ട് എന്താണ്? രണ്ടാമത് നടന്നു അല്ലേ. ഇനി മൂന്നാമതായിട്ട് ബ്ലഡിൻ്റെ കയ്യിൽ ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ ബ്ലഡിൽ വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അത് എവിടെ എത്തിക്കണം? നമ്മളുടെ ഓരോ സെൽസിലും. കാരണം സെൽസിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ബ്ലഡ് എന്ത് ചെയ്യും? ഈ ഒരു ഓക്സിജനെയും കൊണ്ട് നേരെ നമ്മളുടെ ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തും. ടിഷ്യൂസിന് ഓക്സിജൻ കൊടുക്കും. ടിഷ്യൂസിന് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ. ടിഷ്യൂസിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ വാങ്ങും. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മളുടെ ബ്ലഡ് എന്ത് ചെയ്തത്? നേരത്തെ ലങ്സിന് കൊടുത്തത്. ഓക്കെ, ഇനി ഈ സെൽസിന് ഇപ്പം എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ടിഷ്യൂസിന് ഇപ്പോൾ ഓക്സിജൻ കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂസ് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കും. അതായത് നമ്മൾ ഓൾറെഡി ഭക്ഷണം കഴിച്ച സമയത്ത് നമ്മളുടെ സെൽസിൽ എന്ത് എത്തിയിട്ടുണ്ട്? സിമ്പിൾ ന്യൂട്രിയൻസ് എത്തിയിട്ടുണ്ട്. അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനാണ് നമുക്ക് ഓക്സിജൻ ആവശ്യം. അപ്പോൾ ഓക്സിജൻ ഉപയോഗിച്ച് ബ്രേക്കൊക്കെ ചെയ്ത് എനർജി റിലീസ് ചെയ്യും. ഈ എനർജി റിലീസിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പം നമ്മൾക്കിവിടെ എനർജി റിലീസ് ചെയ്യാൻ ആര് വേണം മക്കളെ? നമുക്കിവിടെ എനർജി റിലീസ് ചെയ്യാൻ ഓക്സിജൻ വേണം. അതുകൊണ്ടാണ് നമ്മളുടെ റെസ്പിറേഷൻ എന്ത് പറയുന്നത്? എയ്റോബിക് റെസ്പിറേഷൻ. നമ്മളുടെ റെസ്പിറേഷനെ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയാൻ കാരണം നമ്മൾക്ക് എനർജി റിലീസ് ചെയ്യാൻ ആര് വേണം? ഓക്സിജൻ വേണം.
ഓക്കെ, അത് വേണ്ടാത്തവരെ നമ്മൾ എനൈറോബിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ചൊന്നുമല്ല, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഈ ഓക്സിജൻ, മിസ് പറഞ്ഞു അല്ലേ, ഓക്സിജൻ നമ്മുടെ ലങ്സിൽ എത്തുന്നു, ഏത് വഴി എത്തുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ എടുക്കാം. ഇത് മിസ്സാണ് കേട്ടോ, മിസ്സ് വരയ്ക്കാൻ പോകുന്നത് മിസ്സിനെ തന്നെ മിസ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതൊരാളാണ്, ഇത് അയാളുടെ മൂക്കാണ്, ഇത് അയാളുടെ വായയാണ്, ഇത് അയാളുടെ ശരീരമാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പം ഇത് അയാളുടെ മൂക്ക് ഇച്ചിരി വളഞ്ഞ മൂക്കാണ്. ഓക്കെ, ഇത് അയാളുടെ മൗത്ത്. നമുക്കറിയാം വായയിലൂടെയാണ് നമ്മൾ ഭക്ഷണം എടുക്കുന്നത്. അപ്പോൾ ഇത് മിസ് കുറച്ച് നിങ്ങൾക്ക് വലുതാക്കി തരാം. ഇയാളുടെ തല കുറച്ച് വലുതാക്കട്ടെ മിസ്. റെഡി? ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ മൗത്ത് എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിംഗ് ആണല്ലോ. ഇതിൽ സംശയമില്ല, നമുക്കിതാ മൗത്ത് ഉണ്ട് ഇവിടെ. ഇത് മൗത്ത് അല്ലേ, ഇതാണ് നമ്മളുടെ മൗത്ത്. ഇത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഓൾറെഡി കണ്ടതാണ്. മൗത്തിൽ നിന്ന് നമ്മുടെ ഓറൽ ക്യാവിറ്റി ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. നമുക്ക് പക്ഷേ വേണ്ടത് മൗത്തല്ല, നമ്മളുടെ നോസിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു പാത്വേ ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു കുഞ്ഞു ഹോളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ടാലൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മൂക്കിലൊക്കെ നമ്മളോട് പറയും, കുഞ്ഞു മക്കളോട് മൂക്കിലൊന്നും കൈയിടരുത് എന്ന് പറയും. കാരണം ആ ഒരു വഴി നമ്മളുടെ കയ്യിലൊക്കെ പല അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അണുക്കളൊക്കെ നമ്മുടെ മൂക്കിലെത്തിയാൽ അത് നമ്മുടെ ലങ്സിൽ എത്താനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മൂക്കിലേക്കൊന്നും കൈയിടരുത് നമ്മളോട് പറയുന്നത്. അപ്പം ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ പറയും നോസ്ട്രിൽസ്. ഓക്കെ, നോസ്ട്രിൽസ്. നോസ്ട്രിൽസ് നേരെ ചെന്ന് എത്തുന്നത് ഒരു വലിയ ക്യാവിറ്റിയിലേക്കാണ്. ഓക്കെ, ഈ ഒരു ക്യാവിറ്റിയുടെ പേരാണ് നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റി. നമ്മളെ മൗത്ത് നേരെ ഓറൽ ക്യാവിറ്റിയിലേക്ക് എത്തുന്നത് പോലെ നമ്മളുടെ മൂക്കിൻ്റെ നോസ്ട്രിൽ നേരെ എത്തുന്നത് ഇതിനുള്ളൊരു ക്യാവിറ്റി അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെയ്സൽ ക്യാവിറ്റി. ഈ നെയ്സൽ ക്യാവിറ്റി ഇത് ഇങ്ങനെ പോയി ഫൈനലി ഇവിടെ ഇങ്ങനെ എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ മക്കളെ വഴി? നമ്മുടെ ഭക്ഷണം ഇങ്ങനെ ഉരുളിയായിട്ട് ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഇതാണെങ്കിലോ നമ്മളുടെ എയർ പോകുന്ന വഴി. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടി ഒരു ജംഗ്ഷനിലെത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ആ ജംഗ്ഷൻ. നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന ക്യാവിറ്റിയും നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ ഫുഡൊക്കെ വരുന്ന ആ ഒരു ക്യാവിറ്റീനെ നമ്മൾ എന്താ മക്കളെ പറയാം? ഫുഡ് ഇതിലൂടെ ഇങ്ങനെയാണ് വരിക അല്ലെ, ഉരുളകളായിട്ട് നമ്മുടെ ഫുഡ് നമ്മളിങ്ങനെ വായയിലേക്ക് ഇതിലൂടെയാണ് ഇടുക. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ പറയുക? ഈ ഒരു ജംഗ്ഷനെ, ഈ ജംഗ്ഷൻ എന്താ പറയുക? നമ്മൾ പറയും ഫാരിങ്സ്. ഈ ജംഗ്ഷനെയാണ് നമ്മൾ പറയുന്നത് ഫാരിങ്സ്. ഇനി ഇവിടെ രണ്ട് വഴികളുണ്ട്. രണ്ട് വഴികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഫുഡ് പൈപ്പ്. ഇതാ മിസ് ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഫുഡ് പൈപ്പ്. ഓക്കെ, ഇതിലൂടെ ഇതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നമ്മളുടെ എന്തുള്ളത്? നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ആ ഒരു പാത്വേ ഉള്ളത്. ഇതിൻ്റെ പിന്നിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിങ് ഫീൽ ചെയ്യാം. റിങ് കാണുന്നില്ലേ? ഇത് ആക്ച്വലി നമ്മളുടെ എയർ പോകാൻ, ലങ്സിലേക്ക് എയർ പോകുന്ന പാസേജാണ്. ഓക്കെ, അപ്പോൾ ലങ്സിലേക്ക് എയർ പോകുന്ന ഈ ഒരു വൈറ്റ് കളറിൽ മിസ് കാണിച്ച ആ ഒരു പൈപ്പില്ലേ, ഈ പൈപ്പ്, ഈ പൈപ്പിനെയാണ് നമ്മൾ പറയുന്നത് വിൻഡ് പൈപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി സയൻറ്റിഫിക് ടേമാണ് ട്രക്കിയ. ഈ ട്രക്കിയയിലൂടെയാണ് നമ്മളുടെ എയർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ ഇതിലേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടേക്ക് വീഴാനൊരു സാധ്യതയില്ലേ മക്കളെ? ഇത് രണ്ടുപേരും കൂടി ഒരു കോമൺ ജംഗ്ഷൻ വഴിയല്ലേ പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ടുപേരും ഇതിലൂടെ ഫുഡ് പൈപ്പ് പോകുന്നുണ്ട്, ഇതിലൂടെ നമ്മളുടെ എയറും പോകണം. ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഇതിലൂടെയാണ് നമ്മളുടെ എയർ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചത്. ഇതിലൂടെ വന്ന് നമ്മളുടെ എയർ ഇങ്ങനെ പോകണം. ഫുഡാണെങ്കിൽ ഇതിലൂടെ വന്ന് ഇങ്ങനെ ഇതിലേക്കും പോകണം. ഇവർക്ക് ജീവനില്ലല്ലോ, അവർക്ക് അറിയില്ല ഏത് വഴിയെ പോകണമെന്ന്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഫുഡ് ഇതിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് എങ്ങാനും കടന്നാൽ നമ്മളെ ശ്വാസം മുട്ടും, നമുക്ക് എയർ പോകാൻ പറ്റില്ല അല്ലേ. ഫുഡ് ഒരു സോളിഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിവിടെ എങ്ങാനും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ? അതായത് ഭക്ഷണം ഇതിലേ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്കിവിടെ ഒരു അടപ്പുണ്ട്, ഒരു ഫ്ലാപ്പുണ്ട്.
ഈ ഒരു ഫ്ലാപ്പിനെയാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ഒരു അടപ്പുണ്ട്. ഭക്ഷണം പോകുന്ന സമയത്ത് നമ്മുടെ ട്രക്കിയ അടയ്ക്കും. ആ ഒരു ഫ്ലാപ്പിനെ നമ്മൾ പറയും എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. അതായത് ഇവിടെ ഈ വിൻഡ് പൈപ്പിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഓപ്പണിംഗ്. ഈ ഓപ്പണിങ്ങിനെ അടയ്ക്കുന്ന ഒരു ഫ്ലാപ്പ്. ദിവസം കുറച്ചുകൂടി വലുതാക്കി വരച്ചു തരാം, നോക്കിക്കോട്ടോ. മിസ് കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളുടെ മൂക്കിൽ നിന്ന് വരുന്ന പാത്വേ, ഇത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വഴി. ഇതിലെയാണ് ഫുഡ് വരുന്നത്, ഇതിലെയാണ് എയർ കയറുന്നത്. റെഡി? ഇത് രണ്ടും കൂടെ ഇങ്ങനെ വരുന്നത് ഒരു കോമൺ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ജംഗ്ഷനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്, ഫാരിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രക്കിയ ഉണ്ട്. ഓക്കെ, ട്രക്കിയ അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പൈപ്പ് ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പ് മിസ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കാണിക്കാം കേട്ടോ, നമുക്കിപ്പോൾ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഡോട്ടഡ് ലൈൻസ് കാണിക്കാം. അപ്പോൾ ഈ ട്രക്കിയയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഹോള്. ആ ഹോളിനെ നമ്മൾ പറയുന്നതാണ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഹോളിനെയാണ് നമ്മൾ പറയുക ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് വഴിയാണ് നമ്മളുടെ ഫുഡ് ട്രക്കിയയിലേക്ക് ഇറങ്ങേണ്ടത്. ഓക്കെ, പക്ഷേ ഫുഡല്ല എയർ നമ്മളുടെ ട്രക്കിയിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഫുഡ് ഇതിലേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വീഴാതിരിക്കാൻ ഇവിടെ നമുക്കൊരു അടപ്പുണ്ട്. വേറെ കളർ കൊണ്ട് വരച്ചിടാം. ഫുഡ് നമ്മുടെ ട്രക്കിയിലേക്ക് വീഴാതിരിക്കാൻ നമ്മുടെ ഗ്ലോട്ടിസിനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ആ ഫ്ലാപ്പിനെയാണ് നമ്മൾ പറയുന്നത് എപ്പിഗ്ലോട്ടിസ്. ക്ലിയർ ആയോ? ഇതേ കുറച്ച് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മളുടെ മൂക്കിൽ നിന്ന് വരുന്ന വഴി, നമ്മുടെ വായിൽ നിന്ന് ഫുഡ് പോകുന്ന വഴി. ഓക്കെ, ഇതാണ് നമ്മളുടെ മൂക്കിൽ നിന്ന് വരുന്ന വഴി. ഇത് നേരെ എയർ ഇങ്ങോട്ടേക്കാണ് കടക്കേണ്ടത്. ഫുഡാണെങ്കിലോ ഫുഡ് ഇങ്ങനെ വന്ന് ഇതിലേക്കാണ് വീഴേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രക്കിയുടെ ആ ഒരു ഓപ്പണിംഗ് ഇല്ല, ആ ഒരു ഹോള്, ആ ഹോളിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോട്ടിസ്. ഈ ഒരു ഹോളില്ലേ മക്കളെ, ഈ ഹോള്, ഈ ഒരു കുഴി, ഇതിലൂടെ ഇങ്ങനെ എയർ ഇങ്ങനെ പോകണം, അതിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയാം. പക്ഷേ ഈ ഗ്ലോട്ടിസിലൂടെ ഫുഡ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്ലോട്ടിസ് അടയ്ക്കണം. ഗ്ലോട്ടിസ് അടയ്ക്കാനാണ് ഇവിടെ നമുക്ക് എന്തുള്ളത്? ഫുഡ് പോകുന്ന സമയത്ത് ഗ്ലോട്ടിസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. സിമ്പിൾ. ഓക്കെ, അപ്പോൾ എപ്പിഗ്ലോട്ടിസ് ഫുഡ് പോകുന്ന സമയത്ത് നമ്മുടെ ട്രക്കിയനെ അടയ്ക്കും. റെഡി? അപ്പോൾ നമ്മുടെ ഗ്ലോട്ടിസ് ആയി, നമ്മളുടെ എന്തുമായി? ഓക്കെ, നമ്മുടെ ഗ്ലോട്ടിസ് ആയി, എപ്പിഗ്ലോട്ടിസ് ആയി, ട്രക്കിയായി. അപ്പം ഈ ഗ്ലോട്ടിസ്, ഈ ഒരു ഹോള് കഴിഞ്ഞ് താഴോട്ട് നമ്മുടെ ട്രക്കിയാണ്. പക്ഷേ ഈ ട്രക്കിയയുടെ ഈ തുടക്ക ഭാഗത്തിന് നമ്മളൊരു പേര് പറയും. ട്രക്കിയയുടെ ഈ തുടക്ക ഭാഗം, ഈ തുടക്ക ഭാഗത്താണ് നമ്മൾ സൗണ്ട് ബോക്സിൽ. നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇവിടെ തൊട്ട് നോക്കുക, ഇവിടെ ഒരു വൈബ്രേഷൻ അറിയുന്നുണ്ടാവും. ഓക്കെ, അതിന് കാരണം ഇവിടെ നമ്മുടെ ഗ്ലോട്ടിസ്, ആ ഒരു ട്രക്കിയയുടെ ഓപ്പണിംഗ്, അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് നമ്മളുടെ സൗണ്ട് ബോക്സ്. സൗണ്ട് ബോക്സ്, അതിന് നമ്മൾ പറയും ലാരിങ്സ്. ലാരിങ്സ്. ഓക്കെ, അപ്പോൾ ദേ ബാക്ക് ടു നമ്മളുടെ പിക്ചർ. ഇവിടെ നമുക്ക് ആരൊക്കെയുണ്ട്? ഇവിടെ നമുക്കൊരു അടപ്പുണ്ട്, നമ്മളുടെ ആ ഒരു ഗ്ലോട്ടിസിനെ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ പറയും എപ്പിഗ്ലോട്ടിസ്. ഇതിന് താഴെയായിട്ട് നമുക്കിവിടെ എന്തുണ്ട്? നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് ഉണ്ട്. ലാരിങ്സ് അത് ആക്ച്വലി നമ്മുടെ ട്രക്കിയയുടെ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിൻ്റെ തൊട്ട് ഇനീഷ്യൽ ഭാഗത്താണ് നമുക്ക് കാണാം ലാരിങ്സ്. പിന്നെ അതിന് താഴോട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ട്രക്കിയ എന്ന് പറയും. ട്രക്കിയ. ഓക്കെ, അതിന് താഴോട്ടുള്ള ഭാഗത്തിന് നമ്മൾ ട്രക്കിയ എന്നാണ് പറയാം. ട്രക്കിയ. ഈ ട്രക്കിയ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു റിങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്. അത് ഫുള്ളാക്കാത്തതിന് കാരണം എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇവിടെയുള്ള റിങ് ബാക്കിലേക്ക് വെക്കാത്തത്? ഇത് പകുതിയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു പൈപ്പാണെങ്കിൽ ഇത്ര ഭാഗത്തേ ഉള്ളൂ, ബാക്കിലില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സി ഷേപ്പ് റിങ് വെച്ചത്? സി ഷേപ്പ് റിങ് വെക്കാനുള്ള കാരണം എന്താണ് എന്ന് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ ഇങ്ങനെ നമ്മളെ ട്രക്കി ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ പാതി വഴി എത്തുമ്പോൾ നമ്മുടെ ട്രക്കിയ ഇങ്ങനെ രണ്ടായിട്ട് ബ്രാഞ്ച് ആവും. ഇവിടെയും റിംഗ് ഉണ്ട്. ഓക്കെ, ഇവിടെയും റിംഗ് ഉണ്ട്. ഈ ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുക ബ്രോങ്കൈ.
ബ്രോങ്കൈ. ഇത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് ആവും. ദേ ഇത് വീണ്ടും ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ട് മാറും. വീണ്ടും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആവും. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് മാറും. ഇവിടെ അതേപോലെ നമ്മുടെ ബ്രോങ്കൈ ഇങ്ങനെ മൈന്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറും. ഈ മൈന്യൂട്ട് ബ്രാഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് ബ്രോങ്കിയോൾസ്. ഓക്കെ, ബ്രോങ്കിയോൾസ്. ഇതാണ് നമ്മളുടെ ബ്രോങ്കിയോൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രക്കിയ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണ്. കാരണം ഈ ബ്രോങ്കൈ ആണ് നമ്മളുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഓക്കെ, ബ്രോങ്കൈ ആണ് നമ്മളുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്, ട്രക്കിയ കടക്കുന്നില്ല. ബ്രോങ്കൈ ആണ് ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നോസ്ട്രിൽ തുടങ്ങി നേസൽ ക്യാവിറ്റി, ആ ഒരു ജംഗ്ഷൻ ഫാരിങ്സ്, അവിടെ വന്ന് നമ്മളുടെ ഗ്ലോട്ടസ് ഓപ്പണിംഗ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലാരിങ്സ്, പിന്നെ നമ്മളുടെ ട്രക്കിയ ബ്രോങ്കൈ ആയി, ദെൻ ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഇങ്ങനെ മുന്തിരിക്കൊല പോലെ നമ്മളുടെ ആൽവിയോളായി കാണാം. ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ കൊല പോലെയാണ് ഉണ്ടാവുക, ക്ലസ്റ്റർ ആയിട്ടാണ് ഉണ്ടാവുക. ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി വന്ന് നമ്മുടെ ഓക്സിജൻ ഇപ്പോൾ ആൽവിയോളയിലെത്തി. ആൽവിയോളയിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ പോകുന്നത് ഇവർ തമ്മിലാണ്. ആൽവിയോളയും ഓക്സിജനും കൂടി എന്ത് ചെയ്യും? ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എയർ പോകുന്ന പാത്വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പറയാം. ഏതാണ് പാത്വേ? എയർ. അറ്റ്മോസ്ഫിയറിക് എയർ നേരെ നോസ്ട്രൽസിൽ നിന്ന് നമ്മുടെ നേസൽ ചേംബർ, ദെൻ ഫാരിങ്സ്, ദെൻ നമ്മുടെ ലാരിങ്സ്, ദെൻ ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ. റെഡിയാണോ? ജസ്റ്റ് സ്ട്രക്ചർ ഒന്നുകൂടി വലുതാക്കി നിങ്ങൾക്ക് വരച്ചു തരികയാണെങ്കിൽ ഇതാണ് നമ്മൾ മനുഷ്യൻ. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂക്ക്. നോസ്ട്രൽസിലാണ് ഈ ജേർണി തുടങ്ങിയത്. ഇവിടെ നമ്മുടെ നേസൽ ചേംബർ, ഇവിടെ വായു ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരുന്നു. ഇതാണ് നമ്മളുടെ വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ആ ഓപ്പണിങ്ങിനെ ഗ്ലോട്ടസ് എന്ന് പറയും. അപ്പോൾ ഫുഡ് ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്തുണ്ട്? എപ്പിഗ്ലോട്ടസ് ഉണ്ട്. ആ ഒരു ഗ്ലോട്ടസിനെ അടയ്ക്കാൻ. ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലാരിങ്സ് ഉണ്ട്. ദെൻ കംസ് നമ്മളുടെ ട്രക്കിയയിൽ നമുക്ക് സി ഷേപ്ഡ് റിംഗ് ഉണ്ട്. ദെൻ കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ബ്രോങ്കൈ ആയിട്ട് മാറും. ബ്രോങ്കൈ പിന്നീട് വീണ്ടും ബ്രാഞ്ചസ് ആവും, ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ഓക്കെ, ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നു. ഈ ബ്രോങ്കിയോൾസ് എന്ത് ചെയ്യും? വീണ്ടും ബ്രാഞ്ചസ് ആയിട്ടല്ല, ബ്രോങ്കിയോൾസ് തന്നെ ആവും. ഈ ബ്രോങ്കിയോൾസിൻ്റെ ടിപ്പിലാണ് നമുക്ക് ഇങ്ങനെ ബൾബ് പോലത്തെ ആൽവിയോളായി കാണുന്നത്. ഓക്കെ, നോസ്ട്രൽ, നേസൽ ചേംബർ, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ദെൻ ആൽവിയോളൈ. ആൽവിയോളത്തിലൂടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് സി ഷേപ്ഡ് റിങ് എന്താണ് ഫുൾ റിങ് ഇടാത്തത്? അപ്പോൾ എപ്പോഴും തുറന്നിരിക്കില്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് ഒക്കെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിൽ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 5999 1 ഇയറിൻ്റെ ഫീ ആണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.